നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. അവനോടുകൂടെ മരിക്കാൻ പോകാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിന്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് ഒരു ജന്മനാ കുരുടന് സൗഖ്യം നൽകി. അത് ഒരു ശബത്ത് ദിവസമായിരുന്നു. യേശു ചേറ് കുഴച്ച് അവന്റെ കണ്ണിൽ പൂശി ശിലോംകുളത്തിൽ കഴുകുക എന്നാണ് പറഞ്ഞത്. യേശു ചേറ് കുഴച്ചതിനെ ജോലി ചെയ്യുന്നതായിട്ട് യഹൂദന്മാർ വ്യാഖ്യാനിച്ചു. അവന്റെ കണ്ണിൽ പൂശിയത് അത് ചികിത്സ ചെയ്യുന്നതായിട്ട് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ യേശു ശബത്ത് ലംഘിച്ചു എന്നവർ വിധി എഴുതി. അവർ യേശുവിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായി. യേശു അവന് സ്വസ്ഥത നൽകിയതിൽ സന്തോഷിക്കുകയും താന് എല്ലാവർക്കും സ്വസ്ഥതയും ആത്മീക വെളിച്ചവും നൽകാൻ വന്നവനാണ്, പിതാവ് എന്നെ അയച്ചതാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അവർ യേശുവിനെ വിശ്വസിക്കാതെ യേശുവിനെ എറിയാൻ കല്ലെടുത്തു. ആ സമയത്ത് യേശു യെരുശലേമിൽ നിന്ന് യോർദാൻ നദിയുടെ കിഴക്കൻ പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് യോഹന്നാൻ സ്നാപകൻ ആദ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ മരുഭൂമി പ്രദേശത്തേക്ക് പോകാനും അവിടെ പ്രവർത്തിക്കാനും ഇടയായി. അനേകർ മാനസാന്തരപ്പെടാനിടയായി. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളും സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ഒരു ഗ്രാമത്തിലോ പട്ടണത്തിലോ നിങ്ങളെ അവർ തിരസ്കരിച്ചാൽ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. അതാണ് ഇവിടെ യേശു നമുക്ക് കാണിച്ചെന്ന മാതൃക. യേശു അവിടെ ആയിരിക്കുന്ന സമയത്ത് യെരുശലേമിന് വളരെ അടുത്തുള്ള ഒലിവുമലയിലെ അതിൻ്റെ ചെരുവിലുള്ള ബേഥാന്യയിൽ തന്നെ സ്വീകരിച്ചിരുന്ന ഒരു ഭവനമുണ്ട്. അവിടെ 3 സഹോദരങ്ങളാണ് താമസിക്കുന്നത്, മാർത്തയും മറിയയും ലാസറും. അവരുടെ മാതാപിതാക്കളെ കുറിച്ച് പരാമർശമൊന്നുമില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ മരിച്ചിരുന്നു എന്ന് നമുക്ക് കരുതാം. ഈ സഹോദരിമാരുടെ ഏക ആശ്രയമാണ് ഈ ലാസർ. യേശു ആ വീട്ടിൽ പോവുകയും അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു അവിടെ ചെന്നതും മാർത്തയും മറിയയും ഒക്കെ യേശുവിനെ സ്വീകരിച്ചതുമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ലാസർ ദീനമായി മരിച്ചു. ദീനമായ സമയത്ത് യേശുവിനെ അറിയിച്ചു. യേശു പോകാൻ തയ്യാറായില്ല. എന്നാൽ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് യഹൂദിയിലേക്ക്, പ്രത്യേകിച്ച് ബേഥാനിയിലേക്ക് പോകാം. നമ്മുടെ സ്നേഹിതനായ ലാസർ മരിച്ചു. അപ്പോൾ യഹൂദന്മാർ യേശുവിനെ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആ സ്ഥലത്തേക്ക് യേശു മരിച്ച ഒരാളെ ഉയർപ്പിക്കാനായിട്ട് പോകാനൊരുങ്ങുകയാണ്. ആ സമയത്ത് മറ്റ് ശിഷ്യന്മാരെയൊക്കെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ഫിലിപ്പോസ്, അതായത് തോമസ് എന്ന ദിദിമോസ് എന്ന തോമസ് പറയുകയാണ്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. നമുക്കറിയാം, പത്രോസ് ഒരിക്കൽ പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പത്രോസ് ഒരാളെ കൊല്ലാനാണ് ഒരുങ്ങിയത്. വാളെടുത്ത് മഹാപുരോഹിത ദാസനെ വെട്ടുകയായിരുന്നു. കാരണം യേശുവിന് ജീവഹാനി വരരുത്, തനിക്കും വരരുത്. അതായിരുന്നു ഈ വെട്ടിയതുകൊണ്ട് ഉദ്ദേശിച്ചത്. പത്രോസിന്റെ വാക്ക് ഞാൻ മരിക്കാൻ തയ്യാറാണെന്നാണ്. എന്നാൽ ഇവിടെ ദിദിമോസ് എന്ന തോമസ് മറ്റ് ശിഷ്യന്മാരെ ഉത്സാഹിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു നല്ല ക്വാളിറ്റിയാണ്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സഹവിശ്വാസികൾക്ക് ആത്മീക വർധന വരുത്തണം. അവരുടെ വിശ്വാസത്തെ, അവരുടെ സ്നേഹത്തെ, അവരുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നവരാകണം എന്നാണ്. പണ്ട് നമുക്കറിയാം, കാദേശ് ബർന്നയിൽ നിന്ന് മോശ 12 ഇസ്രായേലിലെ നേതാക്കളെ കനാൻ നാട് ഒറ്റുനോക്കാനായിട്ട് അയച്ചു.
40 ദിവസം അവര് കനാൻ നാട് ചുറ്റിക്കണ്ടു. അവർ തിരിച്ചു വന്ന് നൽകിയ റിപ്പോർട്ട് 10 പേരും ദൈവത്തിനെതിരായിരുന്നു. അവര് മറ്റ് മനുഷ്യരുടെ, ഇസ്രായേല്യരുടെ ഹൃദയം നിരാശപ്പെടുത്തി. അവര് തിരിച്ച് മിസ്രൈമിലേക്ക് പോകാൻ പോലും ഒരുങ്ങി. എന്നാൽ 2 പേര്, കാലേബും യോശുവയും, ധീരമായ ഒരു സ്റ്റെപ്പ് എടുത്തു. അവരെ ആളുകളെ വിശ്വാസത്തിലേക്ക്, ധൈര്യത്തിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കുവാനിടയായി. അത് ദൈവത്തിന് വലിയ ഇഷ്ടമായി. അതുകൊണ്ട് യോശുവ ഇസ്രായേലിനെ കനാൻ നാട് വിഭാഗിച്ചു കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. കാലേബും വളരെ ഉന്നതമായ സ്ഥാനത്തെത്തി. കാലേബിന്റെ മകളുടെ ഭർത്താവാണ് ഇസ്രായേലിലെ ആദ്യത്തെ ന്യായാധിപനായി തീർന്ന ഒത്നിയേൽ. ഇവിടെ തോമസ് മറ്റുശിഷ്യന്മാരോട് പറയുകയാണ്, മരിക്കേണ്ടി വന്നാൽ നമുക്ക് മരിക്കാം, നമുക്ക് യേശുവിനോടുകൂടെ മടങ്ങി യഹൂദയിലേക്ക് പോകാം എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു സുഖമോ സമൃദ്ധിയോ ഒന്നുമല്ല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. തന്നെ ദൈവമായി വിശ്വസിക്കുന്നതിനാൽ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും വേണ്ടി വന്നാൽ മരണവും സംഭവിക്കാനിടയുണ്ട്. അതിന് ധൈര്യമുള്ള ആളുകളാണ് തന്നെ അനുഗമിക്കേണ്ടത് എന്നാണ് യേശു പറഞ്ഞത്. ഇക്കാര്യത്തിൽ തോമസ് നല്ലൊരു മാതൃകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നല്ല കർത്താവിനായി, നമുക്കായി ജീവൻ അർപ്പിച്ച ഈ കർത്താവിനായി ജീവിക്കാനും മരിക്കാനും നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.